ഇതിന്റെ ഭദ്രതയും അതുപോലെ നിലനിൽക്കണം. അതിനെ ആരൊക്കെ കൈവക്കേണ്ടതുണ്ടോ ആ നിലയിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ നാടിനെ നിർഭയത്വത്തിന്റെ നാടാക്കുമാറാകട്ടെ, സമാധാനത്തിന്റെ നാടാക്കുമാറാകട്ടെ. നമുക്ക് മുസ്ലിമീങ്ങൾ നമ്മുടെ ജന്മനാട്, നമ്മുടെ മാതൃരാജ്യം, അതാണ് നമുക്ക് ഒന്നാമതായിട്ടുള്ളത്. പരിസര രാജ്യങ്ങളോട് സൗഹൃദമാകാം, അവരോട് യോജിപ്പാകാം. പക്ഷേ സ്വന്തം രാജ്യത്തിന് കേടുവരുന്ന തരത്തിൽ, സ്വന്തം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കോ ഭദ്രതയ്ക്കോ കേടുവരുന്ന തരത്തിൽ ഒരു രാജ്യവുമായിട്ട് ഒരു സൗഹൃദവും ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണകൂടം അതിനുവേണ്ടി എടുത്ത നടപടികളൊക്കെ സ്വാഗതാർഹമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തന്നെ നമ്മൾ കാണുകയും വേണം. പക്ഷേ ഈ ഒരു ആക്രമണങ്ങൾ, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢതന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം, അത് പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ നമ്മൾ ഒറ്റ സ്വരത്തിൽ അതിനെ അപലപിക്കുകയാണ്. കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഒരിക്കലും ഒരു നിലയിലും ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്ത, നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഭീകരവാദം തുലയട്ടെ എന്ന് ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യരും പ്രഖ്യാപിക്കും. അതിന്റെ ആദ്യത്തെ ഭാവിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇത് മാത്രമല്ല, നമുക്ക് പരലോകമാകുമ്പോൾ, അന്ത്യദിനമാകുമ്പോൾ കൊലപാതകങ്ങൾ അധികരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതല്ലേ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും രാജ്യത്തല്ല, ഫലസ്തീനിലെ മണ്ണിൽ നടക്കുന്നത് വേറൊന്നല്ല. അവിടെ ഇതുപോലെ നിരപരാധികളാണ്, അവരുടെ കൊല്ലപ്പെടുന്ന നിരപരാധികളാണ്. അവരും സ്വന്തം നാടിൽ ജീവിക്കാൻ, ഭയത്തോടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്, സമരം ചെയ്യുന്നവരാണ്. അവിടെ കണ്ണു തുറന്ന് മനുഷ്യർ കാണാം, ലോകത്തെവിടെയും നടക്കുന്ന കൊലപാതകങ്ങളാണ്. മനുഷ്യന്റെ ജീവന് ഒരു നിലയിലുള്ള വിലയുമില്ലാതെ പോകുന്ന ഒരു കാലം ഖിയാമത്ത് അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൊലപാതകങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ളത് അത് മനുഷ്യന്റെ ജീവനാണ്. മനുഷ്യന്റെ ജീവനോളം വിലപിടിപ്പുള്ളത് ഒന്നുമില്ല. ഭൂമി മുഴുവനും നശിച്ചു പോകുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ നിസ്സാരമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവന്റെ എല്ലാ നന്മയ്ക്ക് വേണ്ടിയുമാകട്ടെ. നമ്മൾ മുസ്ലിമീങ്ങൾ, മറ്റുള്ള മതസ്ഥരായ സഹോദരങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ കണ്ട മനോഹരമായ കാഴ്ചകൾ മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് സുരക്ഷ കൊടുക്കുന്നതും ഒക്കെ ഇനിയും മുന്നോട്ട് ഈ നിലയിൽ എല്ലാ രാജ്യത്ത് ഊഷ്മളമായി കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്കെല്ലാം അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.